ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ശരി ശരി ചെയ്തു, നീ വെച്ചോ, ഞങ്ങൾ വന്നോളാം. സുനി, വണ്ടി ഒന്ന് വെക്കേ. എന്തായി? സുനി, അവിടെ വെള്ളം ഇരിപ്പുണ്ടോ? അതിലെ വെള്ളം കുടിക്കേ. രഘു, മോളെ കിട്ടിയോ രഘു? അവള് അപ്പുറത്തെ വീട്ടിലായിരുന്നു. മൈ ഗോഡ്, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നതേ വലിയ സങ്കടമാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ട് ഇതുപോലൊരു മോള്, അതും വയ്യാതെ കിടക്കുന്നൊരു മോള്. ഞാൻ ജീവിക്കുന്ന പോലുവേ അവൾക്ക് വേണ്ടിയാ. ഞാൻ രഘുവിനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോവോ? സോറി സോറി അതിലെ, എന്നോട് ക്ഷമിക്ക. നീ എന്നെ ഭീഷണിപ്പെടുത്തി പോയതിനു ശേഷം മോളെ കാണരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു സ്വർണ്ണക്കടത്താനല്ലേ അവൻ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകുന്നു അല്ലേ? അതിലേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? നിനക്ക് നല്ല ക്ഷീണമുണ്ട്. കുഴപ്പമില്ല സാറേ, ഞാൻ മരിച്ചു പോകുന്നില്ല. നിങ്ങൾ എന്നെ എന്റെ വണ്ടിയുടെ അടുത്ത് എത്തിച്ചാൽ മതി. അല്ല അതിലെ, നിന്നെ ഞങ്ങള് വീട്ടിലെത്തിക്കാം. പിന്നെ നീ ചോദിച്ച 10 ലക്ഷം രൂപ നാളെ തന്നെ എത്തിക്കാം, വീട്ടിലെത്തിക്കാം. അതെ, പണം ഞാൻ വേണ്ടെന്ന് പറയത്തില്ല. എനിക്ക് പിടിച്ചു നിൽക്കാൻ അത് കിട്ടിയേ തീരൂ. ഞാൻ പൊക്കോളാം. നീ എന്നെ വണ്ടിയുടെ അടുത്ത് വിട്ടിട്ടേ നീ നിന്റെ മോളെടുത്ത് പോ. നിനക്കവളെ കാണണ്ടേ? ഓ, വണ്ടി എടുത്തോ. വെള്ളം വേണോ? വേണ്ട വേണ്ട. ഞാൻ രഘുവേട്ടനെയും വെയിറ്റ് ചെയ്ത് രാവിലെ മുതൽ കമ്പനിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. മോളെ കാണാനില്ലെന്ന കാര്യം കുറച്ച് മുമ്പ് അറിഞ്ഞത്. അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് ഓടി വരികയായിരുന്നു. ചുമയുണ്ടോ? എന്റെ പൊന്നു മോളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചു പോയി ശബരി. അതാ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോലും പോയി നോക്കാൻ തോന്നഞ്ഞത്. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലെ നമ്മൾ ആദ്യം ഈ വിവരം അറിയിക്കേണ്ടത് അയൽക്കാരെയും നാട്ടുകാരെയൊക്കെ. ഇപ്പോ റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പൊക്കെ ഉള്ളതല്ലേ, ഫോണിൽ ഒരു മെസ്സേജ് ഇട്ടാ അത് അടുത്ത നിമിഷം തന്നെ എല്ലാവരിലും എത്തുമല്ലോ. ഇവിടെ അസോസിയേഷനും ഗ്രൂപ്പും ഒന്നും ഇല്ല ശബരി. ലച്ചുമോള് പോയ വീട്ടിലും പ്രായമായ ഒരു സ്ത്രീയും ഒരു പോമറേനിയൻ പട്ടിയും മാത്രം ഉള്ളത്. രാത്രിയിൽ വേറെ ഏതൊരു സ്ത്രീ വന്ന് കൂട്ടുകിടക്കും. അവിടേക്ക് ലച്ചുമോള് പോകുന്ന ആരെങ്കിലും വിചാരിക്കോ?
ഞാൻ ലച്ചുമോളെയും കൊണ്ട് 1-2 തവണ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ പട്ടിക്കുട്ടിയും മുത്തശ്ശിയൊക്കെ ആയി ലച്ചുമോള് നല്ല കൂട്ടാ. കളിച്ചോണ്ടിരിക്കുന്നതിനിടയില് ബോള് റോഡിൽ പോയപ്പോ അതെടുക്കാൻ പോയ ലച്ചുമോള് ചിലപ്പോ അപ്പുറത്തെ ഗേറ്റിലെ പട്ടിയെ കണ്ടു കാണും. അങ്ങനെ പോയതാവാനാ സാധ്യത. എന്തായാലും മോള് തിരിച്ചു വന്നല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. മോളെ തിരിച്ചു വന്നത് വലിയ ആശ്വാസം തന്നെയാ. ഇനി മോളെ അന്വേഷിച്ച് പോയവര് തിരിച്ചു വരാനുണ്ട്. അതിന്റെ ടെൻഷനിൽ അമ്പിളി ചേച്ചി ഞാനൊക്കെ. ആ അവര് വന്നെന്ന് തോന്നുന്നു. അങ്കിളെ വാ. ആ രഘുവേട്ടാ, ശബരി മക്കളെ ഇതേ അവര് വന്നു. എടാ, നീ ആദ്യം വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് സാരമില്ല രഘുവേട്ടാ. ലക്ഷ്മോളെ വാ. എടി, നീ എങ്ങോട്ട് ആരോടും പറയാതെ ഇറങ്ങിപ്പോയെ? നീ അച്ഛനെ വല്ലത് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അമ്പിളി ചേച്ചിയുടെ അവസ്ഥ രഘുവേട്ടനൊന്ന് കാണണമായിരുന്നു. മോളെ ഓർത്ത് തലതല്ലി ചത്തില്ലെന്നേ ഉള്ളൂ പാവം. കുഞ്ഞിനെ നേരെ വണ്ണം ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേടി. മോള് ഗേറ്റ് ഇറന്ന് ഇറങ്ങി പോകുമ്പോ നീ എവിടെയായിരുന്നു? ഓ എന്റെ രഘു, നീ അത് വിട്. വിഷമിക്കല്ലേ. എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. സ്വന്തം അമ്മ എന്തായാലും കുഞ്ഞിന് ദോഷം വരുന്നൊന്നും ചെയ്യില്ലല്ലോ. അതേ രഘു, കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലല്ല അമ്പിളിക്ക് തെറ്റുപറ്റിയത്. മോള് വീട്ടിലില്ലെന്ന് മനസ്സിലായപ്പോ ചുറ്റുവട്ടത്തെ വീടുകളിൽ പോയി അന്വേഷിക്കാതിരുന്നതിലാ. ആ സമയത്ത് എന്തെങ്കിലും തോന്നണ്ടേ ഭാനുമ്മ? മോളെ കാണാനില്ലെന്ന് മനസ്സിലായ ശേഷം കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്കാണെങ്കിൽ അമ്പിളി ചേച്ചി ഇവിടെ ആക്കിയിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. ഭാനുമ്മ വന്നില്ലായിരുന്നെങ്കിൽ ലക്ഷ്മോൾ ഇപ്പോഴും അവിടെ പട്ടിക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരുന്നേനെ. എന്തായാലും ലച്ചുമോള് ആള് മിടിക്കുക. ഇനി ഇങ്ങനെ ആരോടും കളിച്ചു പറയാതെ മടുക്കുമ്പോ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നേനെ, അല്ലേ ലച്ചുമോളെ? അതെ അതെ. എന്നാ പിന്നെ ചേച്ചി. ഞാൻ അങ്ങോട്ട് ഇറങ്ങാണ്. രഘുവിനി കമ്പനിയിലേക്ക് പോകുന്നുണ്ടോ? പോണോങ്കിലേ, എന്റെ വണ്ടി വഴി കിടക്കല്ലേ. പിന്നെ ശബരി പറഞ്ഞ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണമല്ലോ. അതിന് നാളെ ആയാലും മതി രഘുവേട്ടാ. അല്ല, എന്തായാലും അങ്ങളുടെ ഒപ്പം പോയി വണ്ടി എടുക്കണമല്ലോ. ശബരി കമ്പനിയിലൊന്ന് കയറണം. എങ്കിൽ ഞാൻ നിങ്ങളുടെ പുറകെ വരാം, എന്നിട്ട് കമ്പനി വെച്ച് കാണാം. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? വരട്ടെ. അച്ഛൻ പോയിട്ട് വരാവേ. ഇനി ഇങ്ങനെ ഇറങ്ങിപ്പോവില്ല കേട്ടോ. അമ്പിളി, ലക്ഷ്മോളെ എന്തിനാടാ അങ്ങോട്ട് പോയത്? ഇറങ്ങട്ടെ, ഒരു ടെൻഷനും വേണ്ട. മോളുടെ കാര്യത്തിന് അങ്കിളും കുറെ ഓടിയല്ലേ. അത് കൊള്ളാം. അവിടെ എന്റെ കൊച്ചുമോളല്ലേ. അങ്കിളെ ഇറങ്ങാം. ഇറങ്ങാം. അമ്പിളി പോയിട്ട് വരാം. ചിരിക്കുന്നതൊക്കെ മക്കളെ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പേടിപ്പിച്ചിട്ട് നീ കള്ളി പെണ്ണാട്ടോ. ആ അതെ അതെ. ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പറയാതെ പോകാൻ പാടില്ല കേട്ടോ. ആ കഴിഞ്ഞില്ലേ? ഭാനുമ്മ മോക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കോ? ഓ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. മോള് പോയിരുന്നു. മോളെ അമ്മ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി. വാ, കളിക്കാം. വാ.